ഇതുപോലത്തെ ഒരു വീട് ഈ ലോകത്ത് കാണില്ല. അങ്ങനെ തന്നെയാ നിന്റെ അനിയത്തിയും പറയുന്നത്. അത് പക്ഷേ നല്ല അർത്ഥത്തിലാ പറയുന്നതെന്ന് മാത്രം. ഇത്രയും നല്ല അടുക്കും ചിട്ടയോടും കൂടി പോകുന്ന വീട് ഈ ലോകത്തില്ല. അത് അവളുടെ അഭിപ്രായം. സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്തിട്ടും കൂടെ നിന്നോളല്ലേ അവൾ അപ്പൊ ഇതല്ല ഇതിനപ്പുറം പറയും. പക്ഷെ എനിക്ക് അങ്ങനല്ല. ഈ വീട് ഒരു ജയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏട്ടത്തി പറയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അവളെ ഇങ്ങനെ ചൊടിപ്പിക്കുന്നത്? എന്താ ചൊടിപ്പിച്ചാലും അവളുടെ നാവിന് എന്തൊക്കെയാ വരുന്നത്? അവളെ എന്തൊക്കെയാ എന്റെ മകനെ പറയുന്നത്? അതൊന്നും കേൾക്കേണ്ട കാര്യം എനിക്കോ എന്റെ മകനോ നയനക്കോ ഇല്ല. കൊണ്ടോടി. അഭിയെന്ന് പറയുന്ന ഒരുത്തിന് നീയും ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ ഈ വീട് സ്വർഗമായിരുന്നേനെ. 99% പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാക്കുന്നത് നീയും നിന്റെ മകനും കൂടിയാ. 6 ദിവസം ഞാൻ കഴിയിച്ചിട്ടേ ഉള്ളൂ, സ്വയം കഴിയിട്ടില്ല. ഒരു തെറ്റിന് ഇത്രയൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. നീ എന്തിനാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്? അത് ഞാൻ വിളിച്ചതല്ല, നമ്പർ പ്ലേറ്റ് കഴുകായിരുന്നു. നീ എന്തിനാ കാർ കഴുകുന്നത്? അത് ഈ കാറാകെ പൊടി പിടിച്ചു കിടക്കായിരുന്നു. അതിന് നമ്മുടെ കാർ അല്ലല്ലോ. അല്ല, ആരുടെ കാറായാലും നമ്മുടെ വീട്ടിലെ കാറല്ലേ നവ്യെ. അപ്പം ഇതൊക്കെ നമ്മൾ വേണ്ടേ കഴുകിയിടാൻ. അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ലല്ലോ. ഈ വീട്ടിലുള്ള ആരും കാർ കഴുകുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അല്ല, ഇന്നെന്തോ എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ തോന്നിയതൊന്നുമല്ല. നിന്റെ അമ്മായി പറഞ്ഞിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്. നവ്യക്ക് എന്റെ കാര്യം അറിയാലോ. ഇനി ജോലിയിലൊക്കെ തിരിച്ചു കയറണമെങ്കിൽ ഇങ്ങനെ അമ്മായി പറയുന്ന ചിലതൊക്കെ കേട്ടേ പറ്റൂ. നമുക്കിനി ഇവരുടെ ജോലി വേണ്ട, നമ്മൾ തീരുമാനിച്ചതല്ലേ. അതിന് വേണ്ടിട്ടല്ലേ ഞാൻ മോഡലായിട്ട് പോകുന്നത്. നിനക്ക് ജ്വല്ലറിയിൽ ഒരു ജോലി തരപ്പെടുത്തി തരാമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. പിന്നെ എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നത്? പോട്ടെ നവ്യെ, എവിടെ ജോലി ചെയ്താലും നമ്മൾ താമസിക്കേണ്ടത് ഇവിടെ തന്നെയല്ലേ. എന്താ നമുക്ക് പുറത്ത് താമസിച്ചൂടെ? പൈസ വന്നു കഴിഞ്ഞാലേ ആരുടെ അടിമയായിട്ട് ജീവിക്കേണ്ട കാര്യം നമുക്കില്ല. എന്നാലും അനന്തപുരി തറവാടിന്റെ ഒരു ഷെയർ നമുക്കുള്ളതാ. അതുപോലെ കമ്പനിയിൽ ഷെയർ ഉണ്ട്. അതൊക്കെ കളഞ്ഞിട്ട് എന്തിനാ നമ്മൾ പോകുന്നത്? മനുഷ്യനായാലേ ആത്മാഭിമാനം വേണോടാ, കുറച്ചൊക്കെ അന്തസ്സും വേണം. എന്നാ പിന്നെ കാർ കഴിയിട്ട് നീ പോയി തെങ്ങിന് തടവെടുക്ക്. അതിനുശേഷം പറമ്പൊക്കെ വൃത്തിയാക്ക്. മനുഷ്യന്റെ വില കളയാനായിട്ട് കുറെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നിന്റെ അമ്മ ഇവിടെ കിടന്ന് രാപ്പകലില്ലാതെ ജോലി എടുക്കുക. എന്തിനാ എല്ലാവർക്കും ഇങ്ങനെ വെച്ചു വിളമ്പുന്നത്? ഒരു വീട്ടിൽ 2 അടുപ്പ് എന്നുള്ള ഐഡിയ ആദ്യം എന്നോട് പറഞ്ഞത് എന്റെ അമ്മായിമ്മ തന്നെയാ. അവരിപ്പോ ഒരടുപ്പാക്കിയെന്ന് മാത്രമല്ല, ബാക്കിയുള്ളവരൊന്നും ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. തൽക്കാലം ഇങ്ങനെ പോട്ടെ നവ്യെ, നീ ഇതൊരു വിഷയാക്കാൻ നിൽക്കണ്ട. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര നല്ല കാഴ്ചകളൊന്നും അല്ല. നാടും കേട്ടാ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഇത്തിരി പൈസ സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ തോൽപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാ ഞാൻ മോഡലിംഗ് രംഗത്തേക്ക് ഇറങ്ങിയത് തന്നെ. അതും മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികളുടെ മോഡലായത് നിന്റെ മുത്തശ്ശനെയും പരിവാരങ്ങളെയും പരാജയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അവിടെ നീ എന്നെ മുട്ടുകുത്തിക്കുക, തോൽപ്പിക്കുക. മുത്തശ്ശന്റെ എല്ലാ സ്വാധീനം ഉപയോഗിച്ച് ആദർശനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ അത് ആദ്യം അറിയിക്കേണ്ടിയിരുന്നത് എന്നല്ലായിരുന്നു. എന്നിട്ട് എന്നോട് എപ്പോഴാ ഇതെല്ലാവരും പറഞ്ഞത്? നയനമോട് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ അറിയുന്നത്. അത് പിന്നെ അച്ഛന് ഷോക്കാവെന്ന് കരുതിയിട്ടാ ഞങ്ങളൊന്നും പറയാതിരുന്നത്. അപ്പൊ നയനമോൾ എന്നോട് ഈ വിവരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഇത് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയാ ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത്? ഇനിയിപ്പോ അത് കാര്യമാക്കണ്ട മുത്തശ്ശ, എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഞാൻ വിളിക്കാനുള്ളവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞു. ഇതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ പോകാം. ഈ പ്രായത്തിൽ ഞാൻ ഇനി ജയിലിൽ കിടന്നാൽ ആർക്ക് എന്ത് നഷ്ടം വരാണ്? അതുപോലെയാണോ ആദർശന്റെ കാര്യം? അവനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ എല്ലാം നിൽക്കുന്നത്. അച്ഛൻ ജയിലിൽ കിടന്നാലും ഞങ്ങൾക്ക് വിഷമോ. ഞങ്ങൾ രണ്ടാളും കൂടി പോയാൽ മതിയായിരുന്നു. ഇതിപ്പോ അതേപ്പറ്റി പറയാതെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക വേണ്ടത്. പക്ഷേ ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് ദുബായിലേക്ക് പോയാലോ? പിന്നെ നിങ്ങളും കൂടി അകത്തായിരുന്നു വാർത്ത കേൾക്കാൻ. പോകണമെങ്കിൽ ഞാൻ പൊക്കോളാം, അല്ലാതെ ആരും പോകണ്ട. എന്നാൽ ഇന്നൊരു ദിവസം കൂടി കഴിയട്ടെ. കുടുംബത്തിന്റെ താളം തെറ്റുന്നു എന്നറിഞ്ഞിട്ടാണ് വസുന്ധര അയാളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയത്. ഇടയ്ക്കെന്നെ വിളിച്ചിരുന്നു. നയനമോളുടെ കാര്യം ഓർത്തിട്ടാ അയാൾക്ക് വിഷമം. മോളുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതുപോലുള്ള വാർത്തകൾ മോളുടെ ഹെൽത്തിനെ ബാധിക്കുക വെച്ചാൽ അബിക്ക് ഇതിലെന്തോ പങ്കുള്ളതുപോലെ എനിക്ക് തോന്നുന്നു മുത്തശ്ശ. ജ്വല്ലറി ആണല്ലോ ഇപ്പൊ നമ്മളെ തകർക്കാൻ നോക്കുന്നത്. അവരുടെ പരസ്യത്തിന് നവ്യെടുത്ത് പോയത് അതിന്റെ പിന്നില് അബിയായിരിക്കും. അവനെ അവന്റെ അമ്മ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്കും വസന്തയ്ക്കും പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ജലജയെന്ന ദത്തുപുത്രി. നല്ലതാവെന്ന് കരുതിയായിരുന്നു വളർത്തിയത്. നിങ്ങൾ രണ്ടാളും ജനിച്ച സമയത്ത് ഇവിടെ ഒരു പെൺകുട്ടിയില്ലായിരുന്നല്ലോ. പിന്നെയല്ലേ നിങ്ങൾക്ക് താഴെ ഒരാൾ വന്നത്. അതുകൊണ്ട് ആ വസന്തരെ അവളെ മോളെ പോലെ അടക്കി പിടിച്ച് വളർത്തിയത്. പക്ഷേ ശരിക്കും പാമ്പിനായി പോയി പാല് കൊടുത്തത്. അല്ലെങ്കിൽ തന്നെ ഒരു വീട്ടിനകത്ത് വിരുദ്ധ സ്വഭാവമുള്ളവർ ഉണ്ടായിപ്പോയാൽ അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല. ജലജയുടെ സ്വഭാവം നമ്മൾ കണ്ടില്ലാന്ന് നടിച്ച് പോവല്ലായിരുന്നു. പക്ഷെ അവളുടെ മോൻ വളർന്നതോടെയാണ് എല്ലാം തകിടം മറിഞ്ഞത്. അവനെ പോലെ ക്രിമിനൽ മൈൻഡുള്ള ഒരു പയ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും അവനാ ജയിലിൽ കിടക്കേണ്ടത്. അവനെ തൂക്കിലേറ്റിയാലും കുഴപ്പമില്ല. അതുപോലെയല്ലേ അവൻ അനഖേന പെൺകുട്ടിയോട് ചെയ്തത്. അച്ഛാ, ഇപ്പോഴും അവൻ ചന്തുമോളെ കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ചു പോവുക പതിവ്. എന്റെ പ്രായം ഇപ്പോഴത്തെ അവസ്ഥയും കൊണ്ടാ ഞാൻ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാത്തത്. എന്റെ പഴയ സ്വഭാവത്തിലായിരുന്നെങ്കിൽ ആട്ടിച്ച് അവനെ ശരിപ്പെടുത്തിയേനെ. ഈ വീട്ടിന്റെ ഗേറ്റ് കടത്തി വിട്ടേനെ. റാസ്കൽ. അപ്പൊ ഐശ്വര്യമായിട്ട് അഭിമോൾ തന്നെ കേക്ക് മുറിച്ചാട്ടെ. അല്ല, നമുക്ക് ഒരുമിച്ച് മുറിക്കാൻ. വേണ്ട, അഭിയേട്ടൻ തന്നെ മുറിച്ചാൽ മതി. അഭിയേട്ടനാണല്ലോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അയ്യോ, ഞാനൊന്നും അല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അത് ദുബായിലുള്ള ജ്വല്ലറിയുടെ എംഡിയാ. അല്ല, അവരിപ്പോ ഇങ്ങോട്ട് വരാൻ പോകല്ലേ അഭി? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? പ്രയോജനം ഉണ്ടാക്കാങ്ങളെ. ആ, ഇനി ജ്വല്ലറിയുടെ ഉയർച്ചയും മൂർത്തീസ് ജ്വല്ലറിയുടെ തകർച്ചയുമാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാ പിന്നെ അതിന്റെ തുടക്കം ആയിക്കോട്ടെ ഈ കേക്ക് കെട്ടി. ശരി, കട്ടിയട്ടെ. ഇന്ന് അമ്മയും കൂടി ഇവിടെ വേണ്ടതായിരുന്നു. പക്ഷെ അമ്മയും മൊത്തത്തിൽ അമ്മായി തളച്ചു കളഞ്ഞു. ഇപ്പോ അമ്മയാണ് അടുക്കളപ്പണിയെല്ലാം ചെയ്യുന്നത്. അതിനുള്ള ശിക്ഷ ഇപ്പൊ കിട്ടിയല്ലോ. ഒറ്റ മോനെ ഇപ്പോഴും ഒക്കത്ത് വെച്ചോണ്ടിരിക്കുന്ന അമ്മയാ നിന്റെ അമ്മായി. ആ മോനാ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. അഭിയേട്ടൻ അനധികൃതമായ സ്വർണം മൂർത്തി ജ്വല്ലറിയുടെ പേരിൽ വിറ്റു എന്നതൊഴിച്ചാ ഈ പറയുന്ന പോലെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെയാണ് അഭിയേട്ടനെ ജ്വല്ലറിയിൽ ഒന്നും അല്ലാതാക്കിയത്. അത് നന്നായിന്ന് കൂട്ടിക്കോ. ഇപ്പൊ ജ്വല്ലറിയുടെ പരസ്യ മോഡൽ എന്ന് പറയുന്നത് നവ്യ. വൈകാതെ ആ ജ്വല്ലറിയിൽ ഞാൻ ജോയിൻ ചെയ്യും. എന്ന് വെച്ചാ ഒരു കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ
മൂർത്തിസ് ജ്വല്ലറി ഞാൻ വെല്ലുവിളിക്കും. അങ്ങനെ വന്നാ നീയും നിന്റെ അമ്മയൊക്കെ പുറത്തു പോകില്ലേ? എന്റെ പെങ്ങളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണമെങ്കിലേ അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിന് പുറത്തു പോയാലും കുഴപ്പമൊന്നുമില്ല. മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭാഗമല്ലേ നിങ്ങൾ എല്ലാവരും? പക്ഷേ ഞങ്ങളുടെ അധികാരമൊക്കെ എടുത്തു കളയാനാണ് അവിടെ വരുന്നവർ നോക്കുന്നത്. പ്രത്യേകിച്ച് നയനിക്കും ആദർശനും അമ്മായിക്കും ഒക്കെ അതിനോട് യോജിപ്പാണ്. ഇനി മുത്തച്ഛന്റെ സാങ്ഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കമ്പനിക്ക് പുറത്താ. അങ്ങനെ നിങ്ങളെ പെട്ടെന്ന് പുറത്താക്കാൻ പറ്റുമോ അബി? കേരളത്തിലെ പേരെടുത്ത വക്കീലാണല്ലോ അനാമിക്ക് വേണ്ടി വാദിച്ചത്. എന്നിട്ട് ജയിച്ചതാരാ? അനന്തപുരിയിലുള്ളവരുടെ രോമത്തിൽ പോലും നിങ്ങൾക്ക് ആർക്കെങ്കിലും തൊടാൻ സാധിച്ചോ? അതാണ് മുത്തച്ഛന്റെ സ്വാധീനം. എന്നിട്ട് ഈ സ്വാധീനമുള്ള മുത്തശ്ശന് കൊച്ചുമോനെ ദുബായിലുള്ള ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റിയോ? അതെ, രാജ്യത്തിന് പുറത്തായതുകൊണ്ടാ. എന്തായാലും അങ്ങേരുടെ ഭാഗത്തുനിന്ന് പരമാവധി ശ്രമം ഉണ്ടാവും. പക്ഷെ അവനെ അകത്താക്കിയിരിക്കുന്നതേ അതിനേക്കാളും അവിടെ പണവും സ്വാധീനം ഉള്ളവർ തന്നെയാ. അതുകൊണ്ട് ഞാൻ ജയിലിൽ കിടക്കുന്നത് കണ്ട് ആസ്വദിച്ചവര് ഇനി അവൻ ജയിലിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടി ഒരുപാട് കാലം കണ്ണീരോടെ കാത്തിരിക്കേണ്ടി വരും. ഇന്നേ കേക്ക് മുറിക്കൽ മാത്രമല്ല, നമ്മളെ ഒന്നിച്ചാ ഭക്ഷണവും കഴിക്കുന്നത്. ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. വാ മോളെ, നമുക്ക് എടുത്തു വെക്കാം. എടാ മോനെ, കടം കയറി മുടിഞ്ഞു. എനിക്കിപ്പോ ഒരു മാസത്തിൽ 5 ലക്ഷം രൂപയുടെ ബാധ്യത. എല്ലാം ശരിയാവും അങ്ങളെ. ഏൻ ജ്വല്ലറി ഇവിടെ ഒന്ന് ചൂടുറപ്പിച്ചോട്ടെ. ഹലോ. എന്താ എടാ ആദർശേട്ടന് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു വിവരമില്ലടി. വീട്ടിലാണെങ്കിൽ എല്ലാരും ഓവർ ടെൻഷനില്ല. ഞാനും വിളിക്കാൻ പറ്റുന്നവരൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ പ്രയോജനമൊന്നുമില്ല. എടാ നിന്റെ മുത്തശ്ശൻ വിചാരിച്ച എന്തെങ്കിലും നടക്കില്ലേ? ഒന്നും അറിയത്തില്ല. അതിനിടയ്ക്ക് നയനടുത്തേയും വല്യമ്മയൊക്കെ ഈ വിവരം അറിഞ്ഞില്ല. അതോടെ വീടിന്റെ താളം തെറ്റി അങ്ങോട്ട് പോകാൻ പോലും വയ്യാത്ത അവസ്ഥയാ. ഈ സമയത്ത് നീ മാറി നിൽക്കല്ലേ. അവിടെ ഉള്ളവർക്ക് മാക്സിമം ധൈര്യം കൊടുക്ക്. മുത്തച്ഛനും അച്ഛനും വല്യച്ഛനൊക്കെ അവിടെ ഉണ്ടല്ലോ. അതിനിടയ്ക്ക് ഞാൻ ചെന്നിനി എന്ത് പറയാനാ? ആദർശേട്ടൻ ജയിലിലായത് അറിഞ്ഞപ്പോ അബിക്കും അവന്റെ അമ്മയ്ക്കും ഒക്കെ സന്തോഷമായിരിക്കുക. അതിനേക്കാൾ സന്തോഷം നിന്റെ നവ്യേച്ചിക്ക്. അതുണ്ടാവുമല്ലോ. അഭിയെ ജയിലിൽ കിടത്തരുതെന്ന് പറഞ്ഞ് എന്റെ നയനേച്ചിയുടെ ഒക്കെ കാല് പിടിച്ചതല്ലേ നവ്യേച്ചി? പക്ഷെ അവിടെ അവൻ തെറ്റുകാരനായിരുന്നു. ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത ഏട്ടന് ഇപ്പൊ ജയിലിൽ കിടക്കുന്നേ. ഈ സമയത്ത് എന്റെ അവസ്ഥ ഇതായി പോയല്ലോടാ. നീ റെസ്റ്റ് എടുക്ക്. ഡ്യൂട്ടിയിലായിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഗൾഫിനാടായി പോയില്ലേ. എന്റെ ഏട്ടൻ ജയിലിൽ കിടക്കണമല്ലോ നോർത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആരും കഴിക്കാൻ പോലും തോന്നുന്നില്ല. ഉറങ്ങാനും പറ്റുന്നില്ല. ശരിയടി, ഞാൻ വിളിക്കാം. ആദർശേട്ടാണല്ലോ. ഹലോ ആദർശേട്ടാ. എന്താ നീ ഒരുപാട് വിഷമിച്ചോ? ആദർശേട്ടൻ ഇപ്പൊ എവിടുന്ന് വിളിക്കുന്നത്? ഞാൻ എന്റെ ഓഫീസിൽ തന്നെ. അത് ആദർശേട്ടൻ ജയിലിലാണെന്ന് പറഞ്ഞ് ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓ, അങ്ങനെയുള്ള വിളിയൊക്കെ വന്നല്ലേ. ജയിലിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചില ശ്രമങ്ങളൊക്കെ നടന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. സത്യമാണ് ആദർശേട്ടൻ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റുമോ? ചെറിയ ചില കേസ് മഴക്കൊക്കെ ഉണ്ടായി. നമ്മളെ കരുതിയതുപോലുള്ള വിഷയമൊന്നും അല്ലായിരുന്നു ഇവിടെ. മൊത്തം പ്രശ്നമായിരുന്നു. ഇനി എല്ലാം ഒന്ന് ശരിയാക്കണം. നിന്റെ മിസ് കോൾ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് നിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വിളിച്ചത്. എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് അറിയിക്കാൻ വേണ്ടി. പിന്നെ നിന്റെ മനസ്സ് വെറുതെ വിഷമിപ്പിക്കരുത്. ആരോഗ്യം നോക്കണം, സമയത്ത് ഭക്ഷണം കഴിക്കണം. ആദർശേട്ടാ, നീ കറിയാണോ? മനസ്സ് വേദനിപ്പിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്നെ ആദർശേട്ടൻ വിളിച്ചത് സ്വപ്നമാണെന്ന് പോലും തോന്നിപ്പോവാ. സ്വപ്നമൊന്നുമല്ല, ശരിക്കും നിന്റെ ആദർശേട്ടൻ തന്നെയാ. സത്യം പറഞ്ഞ ഇത്രയും നേരം ഞാൻ തീയിലൂടെയാ നടന്നത്. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഒരു അവസരം വന്നപ്പോ ഞാൻ നിന്നെ പെട്ടെന്ന് വിളിച്ചത്. നേരത്തെ എന്റെ മൊബൈൽ പോലീസിന്റെ കയ്യിലായിരുന്നു. ആരെയും കോൺടാക്ട് ചെയ്തിരിക്കാൻ വേണ്ടി അവരത് കസ്റ്റഡിയിൽ വെച്ചിരിക്കായിരുന്നു. അത് കിട്ടിയപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് എത്താൻ നോക്കാം. നീയെ മനസ്സ് വിഷമിപ്പിക്കാതെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നോക്കണം. ശരി ആദർശേട്ടാ. ശരി, ഞാൻ വിളിച്ചോളാം. ഇനിയിപ്പോഴേ നല്ല ബിസി ആയിരിക്കും. ശരി മോളെ. മുത്തശ്ശ. എന്താ സന്തോഷം? ആദർശം വിളിച്ചോ? വിളിച്ചു മുത്തശ്ശ. ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചതേ ഉള്ളൂ. എനിക്കറിയായിരുന്നു അവൻ വിളിക്കുമെന്ന്. അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ അപ്പൊ പറഞ്ഞോണ്ടിരിക്കായിരുന്നു മോളെ. എന്നിട്ട് നിങ്ങളെ ആരെയും ടെൻഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചാണ് ആരോടും ഒന്നും പറയാതിരുന്നത്. സത്യം പറഞ്ഞ ജയനും അജയനും അറിയുന്നതിന് മുൻപ് തന്നെ ഞാനെല്ലാം അറിഞ്ഞതാണ്. അപ്പൊ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അവന്റെ ജ്വല്ലറിയിലുള്ളവർ പോലും അവൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ട വിവരം അറിഞ്ഞിട്ടില്ല. അവരെയും ഞാനാണ് വിളിച്ചറിയിച്ചത്. എന്നാലും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കുമല്ലോ അവിടെ നടന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ പോകണ്ട, ഞാൻ തന്നെ പോവാന്ന്. ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് ആ തലവേദനകളെല്ലാം ഞാനല്ലേ ഒഴിവാക്കിയത് മോളെ. അപ്പൊ പിന്നെ ഞാൻ അവിടെ ചെന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായേനെ. അവനെ കരുതിക്കൂട്ടി ജയിലിലാക്കാൻ നോക്കിയത്. അതിന്റെ പിന്നിൽ കളിച്ചതൊക്കെ ആരാണെന്ന് അധികം വൈകാതെ അറിയാൻ കഴിയും. തിരിച്ചു വന്നതിന് ശേഷം എല്ലാം വിശദമായിട്ട് പറയാന്നാ ആദർശേട്ടൻ പറഞ്ഞത്. മോളുടെ സങ്കടം അറിയല്ലോ. ഇപ്പോഴും എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എനിക്കറിയാം മോളെ. ഈ വീട്ടിലിപ്പോൾ ആരുടെ കണ്ണ് നടന്നാലും എനിക്കത് ഒരു പരിധി വരെ സഹിക്കാൻ പറ്റും. എന്റെ കൊച്ചുമക്കളുടെ പോലും. പക്ഷേ മോള് കരയുന്നത് എനിക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ എനിക്ക് ആകെയുള്ളൊരു വിഷമം മോള് ചേച്ചിയുടെ കാര്യത്തിലാണ്. AN ജ്വല്ലറി ഗൾഫിൽ തഴച്ചു വളർന്നു കഴിഞ്ഞു. നമുക്ക് നല്ല കോമ്പറ്റീഷനാണ് അവർ തരുന്നത്. ചില ബ്രാഞ്ചുകളൊക്കെ നമ്മളെക്കാളും മുകളിലേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ വളർച്ച ഇവിടേക്ക് കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ എതിരാളികളുടെ പരസ്യത്തിൽ അഭിനയിക്കാനാണ് മോളുടെ ചേച്ചി പോയത്. ഇപ്പൊ അഭിയെ പോലെ തന്നെ അവന്റെ അമ്മയ്ക്കും അറിയാം അഭിയുടെ ഭാഗത്തെ തെറ്റെന്താണെന്ന്. അവരെ കൊണ്ട് തന്നെ നവീച്ചെ തിരുത്താൻ നോക്കാം നമുക്ക്. അതിന് കഴിയില്ല മോളെ. അഭി പറഞ്ഞാലും ചരിച്ച പറഞ്ഞാലും നവി അത് കേൾക്കണമെന്നില്ല. ഇനിയിപ്പോ കൂടുതൽ അതിനെ നിർബന്ധിക്കുകയാണെങ്കിൽ അതിന്റെ കാരണം മോളുടെ ചേച്ചി തിരക്കും. പിന്നെ അവളോട് നമുക്ക് സത്യങ്ങൾ പറയേണ്ടി വരും.